സർവം എന്നുള്ള വിശേഷണം നാം ദൈവത്തിനാണ് കൊടുക്കുന്നത്. ഏത് മതമെടുത്ത് നോക്കിയാൽ, ഏത് മതവിശ്വാസം എടുത്തു നോക്കിയാൽ അത് ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. അത് സർവജ്ഞാനിയായ ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവത്തെക്കുറിച്ച്, സർവവ്യാപിയായ ദൈവത്തെക്കുറിച്ച്, സർവ അരൂപിയായ ദൈവത്തെക്കുറിച്ച്, ഇതെല്ലാമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ദൈവത്തിന് ഒരു രൂപം കാണണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ അവനിലുണ്ട്. അവനിൽ തന്നെ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഉണ്ടെന്നുള്ള തിരിച്ചറിവും ആ ദൈവം തന്നെയാണ് മറ്റുള്ളവരിലും ഉള്ളത് എന്നുള്ളത്. മറ്റുള്ളവരിൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവയിലും ഈ പ്രപഞ്ചം മുഴുവനും ആ ദൈവത്തിൻ്റെ ആ ഒരു അരൂപി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരിലുള്ളത് എന്നിലുള്ള ദൈവം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവത്തെ ചതിക്കാനാവില്ല. കാരണം മനുഷ്യരെ ചതിക്കുമ്പോൾ ദൈവത്തെയാണ് ചതിക്കുന്നത്. മനുഷ്യരെ അവഹേളിക്കുമ്പോൾ ദൈവത്തെയാണ് അവഹേളിക്കുന്നത്. മനുഷ്യരെ അവഗണിക്കുമ്പോൾ ദൈവത്തെയാണ് അവഗണിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നാണ് അകന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനുമായി ബന്ധമില്ലാത്ത ഒരു ആത്മീയത അതിൽ തന്നെ അപൂർണവും കാപട്യവുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നോ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നോ, ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ദൈവം നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലും നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരുന്ന നമ്മളെപ്പോലെയുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന വ്യക്തികൾക്കും അവരിലൊക്കെ ഉള്ളത് അതേ ദൈവം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് അഹം ബ്രഹ്മാസ്മിയുടെ ഒരു അർത്ഥം അത് തന്നെയാണല്ലോ, തത്വമസിയുടെ. എന്നിലും നിന്നിലും ഉള്ളത് ഒരേ ദൈവം തന്നെയാണ്. ആ കാണപ്പെടുന്ന ഒരു ദൈവമാണ് മനുഷ്യൻ. കാണപ്പെടാത്ത, പുറംകണ്ണുകൊണ്ട് കാണപ്പെടാത്ത ഒരു സർവശക്തിയാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെയും പ്രസാദിപ്പിച്ചാൽ മതിയാവും. മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം അവൻ്റെ അന്തസ്സിനെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്തുകൊണ്ട് അവനിലുള്ള ദൈവത്തെ കാണുവാനും അവനിലുള്ള ദൈവത്തെ കാണുന്ന വഴിയായിട്ട് ആ ദൈവിക സ്നേഹം അവനിലേക്ക് വിടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചിന്തിക്കുന്ന ഈ സത്യം, നീതി, സ്നേഹം, കരുണ എന്ന് പറയുന്നത്. ഈ നീതിയും കരുണയും സത്യവും ഒന്നും നമ്മളാരുടെയും ഒരു ഔദാര്യമായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതല്ല. ഔദാര്യമായിട്ട് എന്ത് കൊടുത്താലും അതിന് സ്നേഹം എന്ന് പറയാനില്ല, അത് സ്വാർത്ഥതയാണ്. സ്വാർത്ഥത അല്ലാതെ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ആ കൊടുക്കുന്ന സ്നേഹം അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ നടത്തുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും തീർത്ഥാടനം നടത്തുന്നതെല്ലാം. കാരണം അവിടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരിലുള്ള ദൈവത്തെ കാണാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കിക്കളയണമെന്നും എൻ്റെ മനസ്സിന് ശുദ്ധി വരുമ്പോൾ ആ ശുദ്ധി വഴിയായിട്ട് എല്ലാവരിലും ദൈവത്തെ കാണാനുള്ള ഒരു കഴിവ് ലഭിക്കണമെന്നാണ്. ആ എല്ലാവരിലും ദൈവത്തെ കാണാനുള്ള ഒരു കഴിവ് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയും. അതാണ് നീതി. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ ഇന്ന് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെ ഇന്ന് അങ്ങനെ എല്ലാവർക്കും ആയിരിക്കണം. അതിന് കുറവുള്ളവരെന്നെ കാണാൻ കഴിയുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ, നീതിയുടെ, കരുണയുടെ, ഒരു സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ആൾരൂപമായിട്ട് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തി ആവുകയുള്ളൂ. അല്ലാത്ത ഭക്തിയെല്ലാം ഒരു കപടഭക്തിയാണ്. അത് നമുക്ക് ആശ്വാസത്തിനേ ഉണ്ടാവുള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമല്ല, അവരെന്നെ ആശ്വാസമാവുകയും ചെയ്യില്ല. അവരെന്നെ ആശ്വാസമാകാത്ത ആ ഒരു ജീവിതം അത് യഥാർത്ഥത്തിൽ ദൈവിക ജീവിതമല്ല. സത്യസന്ധമായ ഒരു നീതിപൂർവമായ സ്നേഹത്തോടെയുള്ള കരുണ പ്രകടിപ്പിക്കുന്ന ഒരു യഥാർത്ഥ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനാണ് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥനയും. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.